കേരളക്കര ഒട്ടാകെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇനി വരാൻ പോകുന്നതെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് റിസൾട്ടിനായുള്ള കാത്തിരിപ്പാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്തൊക്കെയാണ് എന്നുള്ള ഏറ്റവും വലിയ ചോദ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, അതായത് കണ്ണൂർ ധർമ്മടം. കണ്ണൂർ ധർമ്മടത്ത് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതായത് പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറയുമ്പോഴത്തേക്കും കേരള മുഖ്യമന്ത്രി മത്സരിക്കുന്ന പിണറായി വിജയൻ മത്സരിക്കുന്ന ഒരു സ്ഥലമാണ് ധർമ്മടം. ആ ധർമ്മടത്ത് ഇത്തവണ എന്ത് അട്ടിമറിയാണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് മുൻപും അതിന് ശേഷവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും, കണക്കുകൾ, രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ധർമ്മടത്ത് സംഭവിക്കാൻ പോകുന്ന അട്ടിമറി എന്ന് പറയുന്നത്. അതായത് ധർമ്മടത്ത് തീർച്ചയായിട്ടും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അവിടെ LDFന്, ഇടതുപക്ഷ കോട്ടയായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇടതുപക്ഷത്തിന് അടിപതറുമെന്നാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഈ പറയുന്ന ഇടതുപക്ഷത്തിന് ആ സീറ്റ് നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെങ്കിലും അവിടെ വോട്ട് ശതമാനം നല്ല രീതിയിൽ കുറയാനായിട്ടുള്ള സാധ്യതയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഒരു ടൈറ്റ് ഫൈറ്റിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല സർവേ റിസൾട്ടുകൾ എന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുന്നത്തെ പ്രാവശ്യവും ഈ പറയുന്ന തോതിൽ വളരെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചെടുക്കാൻ സാധിച്ച ഒരു സ്ഥലമാണ് ധർമ്മടം. അതും കഴിഞ്ഞ തവണ വളരെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചെടുക്കാൻ സാധിച്ച ഒരു സ്ഥലമാണ് ധർമ്മടം എന്ന് പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം. അവിടെ പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അത്രത്തോളം സിമ്പിൾ അല്ല, അല്ലെങ്കിൽ എളുപ്പമല്ല. കുറച്ചൊന്ന് കാര്യങ്ങൾ കടുകട്ടിയാവുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ വ്യക്തമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് പിണറായി വിജയൻ LDF അവിടെ വളരെ വലിയ തോതിൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതായത് വോട്ട് ശതമാനം അവിടെ മുഖ്യമന്ത്രി വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും വോട്ട് ശതമാനം കണക്ക് നോക്കുമ്പോഴത്തേക്കും ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറയുമെന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ തവണ നേടിയ നല്ലൊരു ഭൂരിപക്ഷം അതിൽ നല്ല രീതിക്ക് ഒരു ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് പറയുന്നു. UDFന് മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുന്നു. അതായത് UDF വോട്ടുകൾ വർദ്ധിക്കുമെന്നാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അവിടെ BJPക്ക് നേരിയ തോതിലുള്ള ഒരു വോട്ട് വർധന ഉണ്ടാവുമെന്ന് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഇടതുപക്ഷത്തിന് കോട്ടം തട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതായത് വിജയിക്കാൻ സാധിച്ചേക്കാം, പക്ഷേ അവിടെ ഭൂരിപക്ഷം കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് അവിടെ ഒരു തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അത് വിജയിച്ചാൽ പോലും ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും UDF വോട്ടുകൾ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും വ്യക്തമായി പറയുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇടതുപക്ഷ കോട്ടയായിരിക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നത്, അതായത് വോട്ട് കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മറിയുന്നതും അത് തീർച്ചയായിട്ടും ഒരു ശുഭലക്ഷണമല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. അത് UDFന് നേട്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് വിജയിച്ചാലും അതൊരു തലവേദനയാണ്, അല്ലെങ്കിൽ അതൊരു തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ കേരളം ഒട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇടതുപക്ഷത്തിന് വിജയിച്ചെടുക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏറെ. പക്ഷേ ഇത്തവണ പല തരത്തിലുമുള്ള ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വിജയിക്കാനായിട്ട് 100% സാധിക്കുന്ന സ്ഥലങ്ങളിൽ പോലും അവർ ടൈറ്റ് ഫൈറ്റ് നേരിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയാണ് സർവേ റിസൾട്ടുകൾ വ്യക്തമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ പല മണ്ഡലങ്ങളും അവർക്ക് നഷ്ടമായേക്കാം. അതിൽ ഏറ്റവും കൂടുതൽ അവർ വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാം. ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതോടൊപ്പം തന്നെ വോട്ടുകൾ നല്ല രീതിയിൽ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മുഖ്യമന്ത്രി തന്നെ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോലും അവർക്ക് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല, അല്ലെങ്കിൽ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന തരത്തിലോട്ട് കണക്കുകൾ മാറുമ്പോഴത്തേക്കും അത് LDFനെ സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു സർവേ റിസൾട്ടുകൾ മാത്രമാണ്. സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ മറിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. ജനങ്ങൾ എന്താണ് വിധി എഴുതിയിരിക്കുന്നത്, അത് ആർക്കാണ് അനുകൂല ഘടകമാവുന്നത്, പ്രതികൂല ഘടകമാവുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും സർവേ റിസൾട്ടുകൾ പോലെ തന്നെയാണ് കാര്യങ്ങൾ
മാറി മറിയുന്നതെങ്കിൽ അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് UDFന് നേട്ടമുണ്ടാകും. അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടത്തിയെടുക്കാൻ പാകത്തിന് കാര്യങ്ങൾ മാറുകയും ചിലപ്പോൾ ഒരു അട്ടിമറി തന്നെ നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. പക്ഷേ എന്നാൽ തന്നെയും അവിടെ നിലവിലും LDFന് തന്നെയാണ് ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവരുടെ ഭൂരിപക്ഷം നല്ല രീതിയിൽ കുറയുന്ന തരത്തിൽ, ഒരു ഇടിവ് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ധർമ്മടം പോലുള്ളൊരു സ്ഥലത്ത് ഒരു ടൈറ്റ് ഫൈറ്റ് നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ധർമ്മടത്ത് ഒരു അട്ടിമറി ഉണ്ടാകുമോ, ഒരു ടൈറ്റ് ഫൈറ്റ് നേരിടേണ്ടി വരുന്ന തരത്തിലോട്ട് മുഖ്യമന്ത്രി കാര്യങ്ങൾ മാറി മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയും ഒരു അട്ടിമറി ഉണ്ടാകുമോ, ഈ പറയുന്ന തോതിൽ BJP വോട്ടുകൾ UDF വോട്ടുകൾ വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, ഇടതുപക്ഷ വോട്ടുകൾ ചൊരിഞ്ഞു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അത് ഏത് പാർട്ടിയിലോട്ട് എത്തുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ UDF നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവിടെ ഇടതുപക്ഷം നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. പക്ഷേ ഭൂരിപക്ഷം നല്ലൊരു ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ആ വോട്ടുകൾ UDFിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. UDF വോട്ടുകൾ കൂടും. ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരു നേരിയ മാർജിനിൽ മാത്രമേ അവിടെ ഇടതുപക്ഷത്തിന് വിജയിച്ചാൽ തന്നെയും വിജയിച്ച് കയറാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള തരത്തിലാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ. അട്ടിമറികൾ ഇടതുപക്ഷത്തിന് അനുകൂല തരംഗമായി വീണ്ടും ധർമ്മടം മാറുമോ, നല്ലൊരു ഭൂരിപക്ഷം നേടിയെടുത്ത് വിജയിക്കാനായിട്ട് പിണറായി വിജയന് സാധിക്കുമോ, അതല്ല ഒരു കോട്ടം തട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുമോ, വിജയത്തിളക്കം കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുമോ, UDF അവിടെ നേട്ടമുണ്ടാക്കുമോ, BJP അവിടെ വോട്ടുകൾ ഉയർത്തുമോ, അവിടെ ഒരു തിരിച്ചടി LDFനുണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.